നമസ്കാരം. കേരള ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖർ ചുമതലയേൽക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ബി.ജെ.പിക്ക് ഒരു സംസ്ഥാന അധ്യക്ഷൻ വരുമ്പോൾ അത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ വരുമ്പോൾ അത് അനുയോജ്യമാകുമോ എന്നുള്ള ഒരു കാഴ്ചപ്പാട് പല ആളുകളുടെ മുന്നിലുണ്ട്. പക്ഷെ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, രാജീവ് ചന്ദ്രശേഖർ കടന്നു വന്ന വഴികൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും അദ്ദേഹത്തിന് പരാജയം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു കാര്യകർത്താവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ബി.ജെ.പി ഒരു കിടിലം പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അല്ല, ഒരു സംശയമില്ല. ആ പ്രവർത്തകരോടൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സമീപനം കാണുന്ന സമയത്ത്, ജനങ്ങൾ പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് അതിനോടുള്ള സമീപനം കാണുന്ന സമയത്തൊക്കെ നമ്മൾക്കറിയാം ഇദ്ദേഹത്തിന്റെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ ഫുൾ പോസിറ്റീവാണ്. നെഗറ്റീവായിട്ടുള്ള രീതിയിലൊന്നും അദ്ദേഹം ഒരു തരത്തിലും സംസാരിക്കില്ല. അധികമായിട്ട് ദേഷ്യപ്പെടില്ല, അധികമായിട്ട് സന്തോഷിച്ച് വലിയ രീതിയിൽ ആഹ്ലാദിച്ച് സംസാരിക്കില്ല, ആരും പരിഹസിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം ഒന്നും രാജീവ് ചന്ദ്രശേഖർ പക്ക ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യകർത്താവിന്റെ എല്ലാ തരത്തിലുള്ള ക്വാളിറ്റി രാജീവ് ചന്ദ്രശേഖർ. ഒന്നാമത്തെ ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു കാര്യകർത്താവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിൽ മാത്രമല്ല, പൂർണ്ണമായിട്ടും കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിൽ ഇത് ചെയ്യാൻ സാധിക്കണം. തിരുവനന്തപുരത്ത് അത് ചെയ്യാൻ സാധിച്ചു. ചെറിയൊരു വേരിയേഷന് പരാജയപ്പെട്ടെങ്കിൽ പോലും ഉറപ്പായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക, അടുത്ത വട്ടം അദ്ദേഹം അവിടെ മത്സരിക്കുകയും ചെയ്യും, ആ മണ്ഡലത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്യും. കാരണം അതിനുള്ള എല്ലാ പണികളും ഇപ്പോഴും തന്നെ അദ്ദേഹം എടുത്തു കഴിഞ്ഞു. ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു മാസം മുന്നേ അവിടെ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം ജയിച്ചേനെ. അത്രക്ക് വലിയ രീതിയിലുള്ള ഒരു ജനങ്ങളിടയിൽ സ്വാധീനം നിസ്സാര സമയം കൊണ്ട് ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലേക്ക് തിരുവനന്തപുരം മണ്ഡലത്തെ എത്തിച്ചു എന്നുള്ളതാണ്. അതും നമ്മൾക്കറിയാം, ശശി തരൂരിന്റെ കഴിഞ്ഞ വട്ടത്തേക്ക് ഒരു വിജയം 1,00,000-ഓളം വോട്ടുകൾക്കായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ജിഹാദി ഗ്രൂപ്പുകൾക്ക് ഇത് വലിയ ഭീഷണിയാണ് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം കേരളത്തിലെ ലവ് ജിഹാദ് അടക്കമുള്ള ജിഹാദി ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ അടുത്ത സുഹൃത്തായിട്ടുള്ള പ്രതീഷ് വിശ്വനാഥ്. നമ്മൾക്കറിയാം, ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനം നമ്മുടെ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുകയും സാധാരണ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെ ജിഹാദി ഗ്രൂപ്പുകളുടെ പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന കുട്ടികളെ രക്ഷിച്ച് കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് പ്രതീഷ് വിശ്വനാഥ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് കണ്ട് മനസ്സിലാക്കിയുള്ള ഒരു അനുഭവ പരിചയം കൂടി എനിക്കുണ്ട്. അതിൽ എൻ്റെ ഈ രീതിയിൽ ഞാനിവിടെ പല ജിഹാദി ഗ്രൂപ്പുകൾക്കെതിരെ അല്ലെങ്കിൽ ഭീകരവാദികൾക്കെതിരെയൊക്കെ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കുറെ അറിവുകളാണ്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോകൾ ലവ് ജിഹാദ് ആയിക്കോട്ടെ, ഇവിടുത്തെ PFI പോലെയുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു തീവ്രവാദ ശൈലി ആയിക്കോട്ടെ, ഇതൊക്കെ വലിയ തരത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറച്ച് നാളത്തെ ഒരു പ്രവർത്തന പരിചയം, കുറച്ചധികം നാൾ അദ്ദേഹത്തിനോട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾക്ക് മനസ്സിലായത് കേരളത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ്, കേരളത്തിലെ ഹൈന്ദവ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാൻ ഇവിടെ അടിസ്ഥാനപരമായിട്ട് എന്തെല്ലാം സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം, അത് കൃത്യമായിട്ട് അറിവുള്ള, അതിനെ പറ്റിയിട്ട് വലിയ രീതിയിലുള്ള കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് പ്രതീഷ് വിശ്വനാഥ്. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ് രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോൾ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾക്കറിയാം, പ്രതീഷ് വിശ്വനാഥിന്റെ വലിയൊരു ഹോൾഡ് ആ ഒരു സമയത്തുണ്ടായിരുന്നു. പ്രവർത്തന കാര്യങ്ങളിൽ ഓരോ സംവിധാനങ്ങൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴൊക്കെ ഉണ്ട്. അത് തിരുവനന്തപുരത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന സമയത്ത് കർണാടകയിൽ ഇലക്ഷൻ ഉണ്ടായ സമയത്തും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ ഇലക്ഷൻ ഉണ്ടായ സമയത്തൊക്കെ പ്രതീഷ് വിശ്വനാഥിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു സാന്നിധ്യം ഈ പ്രദേശങ്ങളിലൊക്കെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ വട്ടം, അതിന് മുന്നത്തെ വട്ടം ഇവിടെ കർണാടകയിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ഒരു 113 സീറ്റുകൾ അവിടെ നേടിയിരുന്നു. ആ സമയത്ത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷം ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഞാൻ ആ സമയത്ത് പ്രതീഷ് വിശ്വനാഥിന് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ഓർക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയച്ചിരുന്നു, എത്ര സീറ്റുകൾ കർണാടകയിൽ BJP നേടിയെടുക്കും. അത് കൃത്യമായിട്ടാണ് പറഞ്ഞത്, 113 സീറ്റുകൾ BJP വിജയിക്കും. കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല, അത് മറ്റ് സഖ്യകക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അധികാരത്തിലിരിക്കും. ഇങ്ങനെയായിരുന്നു ആ സമയത്ത് പറഞ്ഞത്. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചത്, അവിടെ കോൺഗ്രസും JDU കൂടിയിട്ട് പിന്നെ അധികാരത്തിൽ സംയുക്തമായിട്ട് മത്സരിച്ച് അവിടെ വന്നിരുന്നു. പക്ഷെ അത് എന്തോ ആവട്ടെ, പക്ഷെ പ്രതീഷ് വിശ്വനാഥ് പറഞ്ഞൊരു സീറ്റിന്റെ എണ്ണം അത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. 113 സീറ്റുകൾ അവിടെ BJP ഒറ്റക്ക് നേടുമെന്നുള്ളത്, അത് കൃത്യമായിട്ട്. അപ്പോൾ അവിടെ ഇലക്ഷൻ
പ്രചരണം ആരംഭിച്ച സമയം മുതൽക്കേ തന്നെ പ്രതീഷ് വിശ്വനാഥ് അവിടെയുണ്ട്. അദ്ദേഹം അന്നത്തെ യെദ്യൂരപ്പ എന്ന് പറയുന്ന BJP-യുടെ പ്രധാനപ്പെട്ട നേതാവിനൊപ്പം ഹെലികോപ്റ്റർ യാത്ര അടക്കം നടത്തുന്നതിന്റെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്താൻ കഴിവുള്ള, കപ്പാസിറ്റിയുള്ള നിരവധി ആളുകൾ നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖർ ഇവിടെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുമ്പോൾ അതിൽ നിർണായകമായിട്ടുള്ള റോള്, അല്ലെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ പ്രതീഷ് വിശ്വനാഥിന് സാധിച്ചിട്ടുണ്ട്, ആകും. അതിലൊരു തർക്കമില്ല. കാരണം അത്രത്തോളം വലിയ രീതിയിൽ ദേശീയ BJP ഘടകങ്ങളുമായിട്ട് വ്യക്തമായിട്ടുള്ള ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ ഇത് ഞാൻ പറയാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന സമയത്തെല്ലാം ഈ കാര്യങ്ങളിൽ വ്യക്തത എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു സംഭവത്തിൽ എനിക്ക് അറിവുള്ളൊരു കാര്യമാണ് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ ഏതെല്ലാം തരത്തിൽ എടുക്കുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അനുഭവ പരിചയം വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അതിൽ ഒരു സംശയമില്ല. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, കേരളത്തിൽ ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്തു നോക്കുന്ന സമയത്ത് വലിയ തരത്തിൽ ജിഹാദി ഗ്രൂപ്പുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. വലിയ സ്വാധീനം എന്ന് പറഞ്ഞാൽ, നമ്മൾക്കറിയാം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനത്തെ ഇവിടെ നിരോധിച്ചതിന് ശേഷം, ഈ നിരോധനം വന്നതിന് ശേഷം അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഇവരിൽ 100ഓളം അല്ലെങ്കിൽ കുറച്ച് കാര്യകർത്താക്കൾ മാത്രമാണ് ജയിലിൽ അകപ്പെട്ടിട്ടുള്ളത്. 2ാം നിരയും 3ാം നിരയും 4ാം നിരയും ഗ്രൗണ്ട് തലത്തിൽ പ്രവർത്തിക്കുന്നവരും ഇതിന്റെ കില്ലർ ടീം അടക്കമുള്ള, ഇതിന്റെ ക്വിക്ക് റിയാക്ഷൻ ടീം അടക്കം ഇവിടെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരിപ്പോഴും ഇവിടെയുണ്ട്, അവരെവിടെയും പോയിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന ഭീകരവാദ ഗ്രൂപ്പുകളുടെ കുറച്ചാളുകൾ മാത്രമാണ് അകത്ത് പോയിട്ടില്ല, ബാക്കി എല്ലാവരും ഇവിടെയുണ്ട്. അപ്പോൾ ഇവർ എന്നും ഒരു ഭീഷണിയായിട്ട് നമ്മൾക്ക് നിലനിൽക്കും. ഇവിടെ ഈ ഭീകരവാദത്തിനെതിരെ ഒരു വലിയ ജനകീയമായിട്ടുള്ള കൂട്ടായ്മ, നമ്മുടെ സംസ്ഥാനത്തിന്റെ സുരക്ഷിതത്വം, ഇവിടുത്തെ ഹൈന്ദവ ജനതയുടെ സുരക്ഷിതത്വം, ക്രൈസ്തവ സമൂഹത്തിന്റെ അടക്കം സുരക്ഷിതത്വം അത്ര വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ജിഹാദികളിൽ എത്തുന്നത്. അത്രത്തോളം അതിന്റെ ഒരു ഭാഗം തന്നെയാണ് PC ജോർജ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. PC ജോർജ് എന്നാണ് ഇവർക്കെതിരെ സംസാരിച്ച് തുടങ്ങിയത്, അന്ന് മുതൽക്കേ തന്നെ അദ്ദേഹത്തെ കടിച്ചു കീറി വധിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ സുഡാപ്പികൾ. നമ്മൾ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ കേരളത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ദിനം പ്രതി ഇവിടെ വലിയ രീതിയിൽ ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് സ്വാധീനം ഏറിക്കൊണ്ടിരിക്കുന്നു. ഇറാഖിലും സിറിയയിലുമുള്ള ISIS-ന്റെ പ്രവർത്തനം നമ്മുടെ കൊച്ചു കേരളത്തിൽ എങ്ങനെ എത്തി? അവർക്ക് എങ്ങനെയാണ് ഈ കേരളവുമായിട്ടൊരു ലിങ്ക് വരാനുണ്ടായത്? അവിടുത്തെ ഒരു ഗോത്ര വിഭാഗത്തിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു കുഗ്രാമങ്ങളിൽ ജനിച്ച് അവിടെ ഈ ഭീകരവാദ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളുമായിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കാസർഗോഡും അതോടൊപ്പം തന്നെ കോഴിക്കോടും മലപ്പുറത്തേക്കുള്ള ആളുകൾക്ക്, ജിഹാദി ഗ്രൂപ്പുകൾക്ക് വ്യക്തമായിട്ടുള്ള, അപ്പൊ ഇവരുടെ കണക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കേരളത്തെ കൃത്യമായിട്ട് സുരക്ഷിതത്തോട് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ BJP പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ഉയർന്നു വരേണ്ടതുണ്ട്. ആ ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു ഏകീകരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ BJPക്ക് അനുകൂലമായിട്ട് ഉണ്ടാകേണ്ടതാണ്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന തൃശ്ശൂർ വിജയിച്ച പോലെ ഒന്നും ആയിരിക്കില്ല. വ്യക്തമായിട്ട് ഇപ്പോഴും 70 മുതൽ 85 സീറ്റുകൾ വരെ നിഷ്പ്രയാസം BJPക്ക് ജയിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഹൈന്ദവ സമൂഹത്തിന് വോട്ട് ബാങ്കുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇതിൽ ഒരു നിരാശയുടെയും ആവശ്യമില്ല. കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, എല്ലാ കാര്യകർത്താക്കളും ആ രീതിയിൽ മുന്നോട്ട് കഴിഞ്ഞാൽ, എല്ലാ പ്രവർത്തകരും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചരിത്രം സൃഷ്ടിക്കപ്പെടും. വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണെങ്കിലും പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന കേരളത്തിൽ വലിയ തരത്തിൽ ഹൈന്ദവ സംഘടനാ പ്രവർത്തനം ചെയ്തു പോകുന്ന, ഞങ്ങളെല്ലാവരും ഇപ്പോഴും വിളിക്കുന്ന കേരള ശിവാജി എന്ന് ഉള്ള രീതിയിൽ അഭിസംബോധന ചെയ്യുന്ന പ്രതീഷ് വിശ്വനാഥിന് ഇതിന് കൃത്യമായിട്ട് പങ്കുണ്ടെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഒരു സ്വാധീനം അദ്ദേഹം ഈ രാജീവ് ചന്ദ്രശേഖരുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നതിൽ ഉണ്ടാകും എന്നുള്ളത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണെങ്കിലും എല്ലാവർക്കും ഈ ഒരു സമയത്ത് സന്തോഷം രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.